ഇവിടെ ഇന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ നഗരത്തിന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. ആളുകളുടെ കൺമുന്നിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ആ മാറ്റങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നവയാണ്. സാധാരണ വികസനമല്ല, ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നഗരത്തിൻ്റെ വികസനത്തെയും നേരിട്ട് സ്പർശിക്കുന്ന മാറ്റമാണ് കൊച്ചിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊച്ചി മെട്രോ, വാട്ടർ മെട്രോ, ഇതെല്ലാം കേരളത്തിൻ്റെ ആകെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. വാട്ടർ മെട്രോയുടെ കാര്യത്തിൽ രാജ്യത്തെ മറ്റു പല സംസ്ഥാനങ്ങളും അവിടങ്ങളിൽ ഇത് പകർത്തുന്നതിന് വേണ്ടിയുള്ള ബന്ധപ്പെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മാത്രമല്ല, വിദേശ രാഷ്ട്രങ്ങൾ പോലും വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് ആ രാജ്യങ്ങളിൽ ഇത് പ്രാവർത്തികമാക്കുന്നതിനുള്ള ചർച്ചകളിൽ ഏർപ്പെടുകയുമാണ്. നമ്മുടെ വലിയ തോതിൽ അഭിമാനമായി മാറിയ ഒട്ടേറെ പദ്ധതികൾ ഈ നഗരത്തിൻ്റേതായി സ്വന്തമായിട്ട്. അതിലൊന്നാണ് വിശപ്പ് രഹിത നഗരമെന്ന സ്വപ്നം സമൃദ്ധി അറ്റ് കൊച്ചി എന്ന ജനകീയ ഭക്ഷണശാലയിലൂടെ യാഥാർത്ഥ്യമായത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചേരികളിൽ ജീവിതം നയിച്ചിരുന്ന, അങ്ങേയറ്റം ദുരിതപർവം താണ്ടിയിരുന്ന തുരുത്തിയിലെയും PNT കോളനിയിലെയും സഹോദരങ്ങൾക്കായി ആധുനിക സൗകര്യങ്ങളുള്ള ഫ്ലാറ്റുകൾ ഉയർന്നത് നാം കണ്ടതാണ്. ഗതാഗതക്കുരുക്കിന് പരിഹാരമായി സ്മാർട്ട് റോഡുകൾ, മൂന്നാമത്തെ റോറോ വെസൽ, തമ്മനം പുല്ലേപ്പടി റോഡ് വികസനം ഒക്കെ യാഥാർത്ഥ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി കൊച്ചിയുടെ ശാപമായി നിലനിന്നതായിരുന്നു വെള്ളക്കെട്ട്. അതിന് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിലൂടെ പരിഹാരം കാണാൻ നമുക്ക് കഴിഞ്ഞു. മാലിന്യ മല തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അത് നീക്കം ചെയ്ത് നമ്മുടെ ബ്രഹ്മപുരത്തെ പച്ചപ്പിലേക്ക് തിരികെ കൊണ്ടുവന്നതും, അതേപോലെ തന്നെ എറണാകുളം മാർക്കറ്റിനെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തുന്നതുമൊക്കെ അങ്ങേയറ്റം ആഹ്ലാദത്തോടെയാണ് ആളുകൾ കാണുന്നത്. MK അർജുനൻ മാസ്റ്റർക്കും മഹാകവി G ശങ്കരക്കുറുപ്പിനും ഉചിതമായ സ്മാരകങ്ങളൊരുക്കി സാംസ്കാരിക രംഗത്തും കൊച്ചി വളരുകയാണ്. ആധുനിക നഗരങ്ങൾക്കൊപ്പം തലയുയർത്തി നിൽക്കാൻ സാധിക്കും വിധം കൊച്ചിയെ മാറ്റുക എന്ന ലക്ഷ്യത്തിലേക്ക് നാം ഉറച്ച ചുവടുവെപ്പുകളോടെ മുന്നേറുകയാണ്.